ശുശ്രൂഷ ഇന്ന് രാവിലെ ബലിയർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത്, കുർബാനയുടെ സമയത്ത് പെട്ടെന്ന് ഈശോ തന്ന ഒരു ചിന്ത ഇതാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്ത, ഈശോ തന്ന ഒരു ചിന്ത ഇതാണ്: എല്ലാ ഗുരുക്കന്മാരും അവരുടെ പാദം ശിഷ്യന്മാരെ കൊണ്ട് കഴിയിക്കുന്നു. നമ്മുടെ ഗുരു അല്ലെ, ലോകത്തിൽ ഒരു ഗുരുവും ചെയ്യാത്ത, ഇനി ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ഒരു കാര്യം ചെയ്ത് കാണിച്ചു, മാതൃകയായി. ഇത് മാതൃകയായി എടുക്കാനാണ് കാര്യം അല്ലേ, കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാവ്, ഈ ഗുരു വ്യത്യസ്തനായി നിൽക്കുന്നത്, ലോകത്തിൽ വ്യത്യസ്തനായി നിൽക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങളും പഠനങ്ങളും എല്ലാം മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ. ഇന്ന് രാവിലെ ബലിയർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത്, കുർബാനയുടെ സമയത്ത് പെട്ടെന്ന് ഈശോ തന്ന ഒരു ചിന്ത ഇതാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്ത, ഈശോ തന്ന ഒരു ചിന്ത ഇതാണ്: എല്ലാ ഗുരുക്കന്മാരും അവരുടെ പാദം ശിഷ്യന്മാരെ കൊണ്ട് കഴിയിക്കുന്നു. ഈ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് തന്നത്. ഇല്ലേ, നമ്മൾ കാണുന്നുണ്ട് പാദ പൂജ സേവയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കള് എവിടെയുണ്ട്? ഈ കേരളത്തിൽ തന്നെ ഉണ്ടല്ലേ. അമൃതാനന്ദമയിയെ പാദ പൂജ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടില് ഖുശ്ബു എന്ന് പറയുന്ന ഒരു സിനിമാ നടികയുടെ പേരിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ആരാണ്? ഖുശ്ബു ആണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ത്യയിൽ അമ്പലമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഖുശ്ബുവിന്റെ അമ്പലം അനുയായികൾ തന്നെ അടിച്ചു പൊളിച്ച് തകർത്ത് കളഞ്ഞു. കാരണം എന്താണെന്നറിയോ? ഖുശ്ബു മാനസാന്തരപ്പെട്ടു, സുവിശേഷം കേട്ടു, സുവിശേഷം അവളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂട്യൂബിലൊക്കെ കണ്ടില്ലേ? കണ്ടായിരുന്നു ആരെങ്കിലും? യേശു മാനസാന്തരപ്പെട്ടതും സുവിശേഷം പറയുന്നതൊക്കെ. യേശുവാണ് ഏകരക്ഷകരെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതോടുകൂടി പ്രതിഷ്ഠയും അമ്പലമൊക്കെ താറുമാറായി. ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, ഈ ലോകത്തിന്റെ ഗുരുക്കന്മാര് അവരുടെ ശിക്ഷാഗണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കും? ഗുരുവിന്റെ പാദങ്ങൾ കഴിയിക്കും, അല്ലെങ്കിൽ ദാസ്യവേലകൾ ചെയ്യിക്കും, സർവകാര്യങ്ങളും ചെയ്യിക്കും. ഈശോ പറയുകയാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല, തൊട്ടടുത്ത് ഈശോ പറയുകയാണ്. ഞാനിങ്ങനെ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് പെട്ടെന്ന് വന്നപ്പോ, നീ നോക്ക്, ഈ ലോകത്തിന്റെ ഗുരുക്കന്മാര് തന്റെ ശിഷ്യന്മാരെ കൊണ്ട് ദാസവേല ചെയ്യിക്കുന്നു, പാദം കഴിയിക്കുന്നു. ഇതെന്താ ഈശോ കരുതുന്നേ? പെട്ടെന്ന് ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ചിന്തിക്കുമ്പോ കുദാശ വചനം ഉച്ചരിക്കുന്ന സമയത്താ ഇത് വരുന്നത്. പെട്ടെന്ന് ഇരിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ വചനം കർത്താവ് തരികയാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വന്തം ജീവനെ, സ്വജീവനെ മറുവിലയായി കൊടുക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനെന്ന ഗുരു, ലോകത്തിന്റെ രക്ഷകൻ, ദൈവപുത്രൻ, ഞാൻ വന്നിരിക്കുന്നത് ശിഷ്യ സമൂഹത്തെ കൊണ്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി സർവ്വതും ത്യജിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടാണ് ഇത്രയും സംഭവം കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് തമ്പുരാൻ പാദങ്ങൾ കഴുകി ആ വിനയത്തിന്റെ എളിമയുടെ മാതൃക നമുക്ക് കാണിച്ച് തരികയാണ്. ഹല്ലേലൂയ. 13-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ എന്താണ്? ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു പെസഹ തിരുനാളിന് മുമ്പ് അറിഞ്ഞു. ഹല്ലേലൂയ. യേശു എവിടെ നിന്നാ വന്നത്? യേശു എവിടെ നിന്നാ വന്നത്? പിതാവിന്റെ സന്നദ്ധിയിൽ നിന്നാണ് യേശു വന്നത്. അതുകൊണ്ടാ പറയുന്നത്, ഈ ലോകം വിടാനുള്ള സമയമായി. എവിടെ നിന്ന് ഞാൻ വന്നു അവിടേക്ക് പോകാനുള്ള സമയമായി. എന്നിട്ട് പറയുകയാണ്, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഒന്ന് നിൽക്കണേ. 2-ാമത്തെ വചനത്തില് ഒന്ന് നിൽക്കണം. എന്താ ഇവിടെ പറഞ്ഞേ? ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ. അപ്പൊ ലോകത്തിലുള്ള എല്ലാവരും യേശുവിന്റെ സ്വന്തമല്ല. സ്വന്തമല്ല. ലോകത്തിലുള്ള മാനവകുലം മുഴുവനും യേശുവിന്റെ സ്വന്തമല്ല. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെയെല്ലാം. യേശുവിന് സ്വന്തമായിട്ടുള്ളവർ ആരാണ്? എന്റെ ചോദ്യം അതാണ്. ഈശോ പറയുകയാണ്, ലോകത്തില് എനിക്ക് സ്വന്തമായിട്ടുള്ള, ഞാൻ പറയാണ്, എനിക്ക് സ്വന്തമായിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ലോകത്തിലുള്ള എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. എനിക്ക് പ്രിയപ്പെട്ടവരുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ട്. എനിക്ക് സ്വന്തം എന്ന് പറയുന്നവർ. യേശു അങ്ങനെ പറയുമ്പോ എന്താ അർത്ഥമാകുന്നേ? എന്തോ ശരിയാണ്. എന്താണത്? അതാ യേശുവിന്റെ സ്വന്തമായുള്ളവരെന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ ശിഷ്യ സമൂഹമാണ്. യേശുവിന്റെ ശിഷ്യ സമൂഹം. ഇനി യേശുവിന്റെ ശിഷ്യ സമൂഹം ആരാണ്? വചനം പാലിക്കുകയും ആ വചനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് യേശുവിന്റെ സ്വന്തം മക്കൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിൽ വിശ്വസിക്കാത്ത മക്കൾ, യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കാത്ത മക്കൾ യേശുവിന്റെ സ്വന്തം അല്ല. അതുകൊണ്ടാണ് യേശു ഏകരക്ഷകനാണ്. സർവരും അവന്റെ നാമത്തിൽ വിശ്വസിക്കണം, അവന്റെ വചനത്തിൽ വിശ്വസിക്കണം എന്ന് പറയുക. യേശു ഏകരക്ഷകൻ എന്ന് പറയുമ്പോ ലോകത്തിലുള്ള മാനവ കുലം മുഴുവനും യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ലോകത്തിലുള്ള സകല മനുഷ്യരും പേരുമാറ്റണം എന്നുള്ളതാണോ? അല്ലേ? അല്ല. മതം മാറണം എന്നുള്ളതാണോ? യേശു മതം സ്ഥാപിക്കാമെന്നതാണോ? അല്ല. യേശു രക്ഷിക്കാൻ വന്നവനാണ്. യേശു രക്ഷകനാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ മക്കളും യേശുവിൽ വിശ്വസിക്കണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്ലാനാണ്. ഇത് തെറ്റിദ്ധരിപ്പിക്കുക, മറ്റ് മതങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പരസ്പരം കലഹമുണ്ടാക്കാൻ, ബഹളമുണ്ടാക്കാൻ, പോരടിപ്പിക്കുക, തമ്മിൽ തല്ലിക്കുക, ശത്രുത മനോഭാവം വച്ചു പുലർത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ടു, ഈ പത്തനംതിട്ട ഭാഗത്ത് പെന്തക്കോസ്ത് സഹോദരങ്ങളെ ഓടിച്ചിട്ടടിക്കുന്നു. അവിടെ നിന്ന് സുവിശേഷം പറയുക, വീടുകളിലെ ലഘുലേഖകൾ കൊടുത്തു, അത്രേ കാര്യമുള്ളൂ. രാഷ്ട്രീയതാരം വന്ന് ഓടിച്ചിട്ടടിക്കുന്നു. നിങ്ങള് പേടിച്ച് കുറച്ചെല്ലാം മാരി കൂട്ടിയെടുത്ത്
അതുങ്ങളുടെ വണ്ടിയിൽ അതുങ്ങൾ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർട്ടിക്കിൾ അനുസരിച്ച് 25-ാം വകുപ്പിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്റെ വിശ്വാസം മറ്റുള്ളവരോട് പറയുവാൻ, പബ്ലിക്കായിട്ട് അത് പ്രഘോഷിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുത്തരും അത് തടയാൻ പറ്റത്തില്ല. ഇത് കാരണം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതാണ്. എങ്ങനെ തടയാൻ പറ്റുന്നത്? അപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഹല്ലേലൂയ. യേശു ഏകരക്ഷകനാണെന്ന് സർവ മക്കളും ഏറ്റു പറയണം, വിശ്വസിക്കണം, എന്നാലേ രക്ഷയുള്ളൂ. അങ്ങനെയുള്ള മക്കളെ നോക്കിയിട്ടാണ് തമ്പുരാൻ പറയുക, എനിക്ക് സ്വന്തമായുള്ളവരെ ഞാൻ സ്നേഹിക്കും. ഞാൻ സ്നേഹിക്കും. സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടുള്ളവരെ ഞാൻ സ്നേഹിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശമീയോന്റെ പുത്രനായ യൂദാസ്കറിയോയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റയ്ക്ക് കൊടുക്കുവാൻ തോന്നിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കട്ടെ, ഈ യൂദാസ് ഇത് ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യേണ്ടിയിരുന്നില്ലേ? ഇല്ലേ? ഈ സംഭവം നടക്കേണ്ട സംഭവം അല്ലായിരുന്നോ? അല്ലേ? പിന്നെ എന്തിനാ യൂദാസിനെ തെറി വിളിക്കുന്നത് നമ്മള്? നമ്മള് പലപ്പോഴും പറയാറുണ്ട്, പലരെയും വിളിക്കാറുണ്ട്, എടാ യൂദാസ് എന്ന്, ഇല്ലേ? വിളിക്കാറുണ്ട്. യൂദാസിനെ പോലെ ആകരുതെന്ന് പറയാറുണ്ട്. ഇത് സംഭവിക്കേണ്ട കാര്യമല്ലേ? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ? എന്നാൽ മനസ്സ് വെച്ചിരുന്നെങ്കിൽ, അല്ലെ, മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവന് ഇതിൽ നിന്ന് മോചനം കിട്ടിയനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സാത്താൻ മനസ്സിൽ തോന്നിച്ചത്, ഇവൻ ഈ സാത്താന്റെ കൂടെയല്ലായിരുന്നോ? ഇല്ലേ? ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ സാത്താൻ പറഞ്ഞത് പെട്ടെന്ന് കേൾക്കാൻ പറ്റിയത്. നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹാം ദൈവത്തോട് കൂടെയായിരുന്നു. അതുകൊണ്ട് ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ വേണ്ടി കത്തി കയ്യിലെടുത്തപ്പോൾ എന്തുകൊണ്ട് കേട്ടു? അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. യൂദാസ് സാത്താനോട് കൂടെയായിരുന്നു കൊണ്ട് എന്ത് കേട്ടു? സാത്താന്റെ സ്വരം കേട്ടു. ഹല്ലേലൂയ. ഈ സ്വരം കേൾക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന പോലെ, സ്പീക്കറിലൂടെ കേൾക്കുന്ന പോലെ കേൾക്കുകയല്ല. അബ്രാഹത്തിന്റെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ ശബ്ദം ആഞ്ഞടിച്ചു കയറി. എന്നിട്ട് ഒരാളൊന്നും ഇങ്ങനെ വിളിച്ചു പറയായിരുന്നില്ല. ഇത് തന്നെയാണ് മനസ്സിന്, അന്തരാത്മാവിലേക്ക് സാത്താൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. എന്ത് കൊടുത്തുകൊണ്ടിരുന്നു? നോ, 30 വെള്ളിക്കാശ് ഇത് കൊടുത്തുകൊണ്ടിരുന്നു. പൈസ, പണം. ഒരു വല്ല വലുത്, നിനക്ക് വലുത് പണമാണ്. സാത്താൻ കൊടുത്ത് അത് ബോധ്യം. അപ്പൊ അവൻ എന്ത് ചെയ്തു? യൂദാസ് എന്ത് ചെയ്തു? സബ്മിറ്റ് ചെയ്തു. then next അഡ്മിറ്റ് ചെയ്തു. ഹല്ലേലൂയ. സാത്താൻ പറഞ്ഞത് ഇപ്പടിയാണ് പ്രശ്നം. അവൻ അങ്ങനെ ഒരു ബലഹീനത വന്നു എന്നുള്ളതല്ല, അതിലും വലിയ പ്രശ്നം ബലഹീനതയാണ് പത്രോസിന്റെ ഭാഗത്ത് വന്നത്. അല്ലേ? അത് ആരോപില്ല. പത്രോസ് ആരോപില്ല തള്ളി പറഞ്ഞേ. മിച്ചമടിക്കുന്ന ഒരു എന്താ പറയുന്നത്, മിച്ചമടിക്കുന്ന, തൂത്തുവാരുന്ന ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പിലാണ് പത്രോസ് തള്ളി പറഞ്ഞത്. 1 അല്ല 2 അല്ല, സത്യമായി ഞാൻ അവനെ അറിയില്ല, ഞാൻ അവന്റെ കൂടെ നടന്നിട്ടില്ല. അത്രയും വലിയ പാവമൊന്നും അല്ല ഇവൻ ചെയ്തത്. പക്ഷേ അനുതാപം ചെയ്തതിനെ പറ്റി അനുതാപം ഉണ്ടായില്ല. അവിടെയാണ് പ്രശ്നം ഗുരുതരമായത്. അപ്പൊ അങ്ങനെ തോന്നിച്ചു.
പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴിയാൻ മതി, കുളി കഴിയാത്തവന്റെ മൊത്തം കഴുകേണ്ടി വരും. ഹല്ലേലൂയ. ആരെ കുളി കഴിഞ്ഞവൻ? കുളി കഴിഞ്ഞവൻ ആരാ? ആരാ കുളി കഴിഞ്ഞവൻ? ആരാ കുളി കഴിഞ്ഞവൻ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവൻ, വചനത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ടവൻ, തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ കഴുകപ്പെട്ടവൻ, ഇവനാണ് കുളി കഴിഞ്ഞവൻ. ഇവനാണ് കുളി കഴിഞ്ഞവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഉണ്ടോ? നമ്മൾ തൊട്ടടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ശുശ്രൂഷയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വചനം കർത്താവ് ഇന്ന് അത്രയും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പുണ്യഭൂമിയിൽ വെച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം വലിയ നോമ്പില് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പൊ കർത്താവ് മക്കളെ ഇത് ഒരുക്കുകയാണ്. അവൻ തന്റെ മേലങ്കി മാറ്റി ഒരു കച്ച കെട്ടി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ചു. ഇതാ നമ്മുടെ പ്രശ്നം. ചുംബിച്ചെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? നമ്മളങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. അവൻ ജെറൂസലേം ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ ക്രിയവിക്രയങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരെ എന്ത് ചെയ്തു? ഒരു ചാട്ടയുണ്ടാക്കി അടിച്ച് പുറത്താക്കി. അവിടെ അടിച്ചു എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അടിച്ചു പുറത്താക്കി എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പ്രഘോഷിക്കുന്നവരും വായിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ പറയുന്ന അവൻ ചാട്ടയുണ്ടാക്കി അടിച്ചു പുറത്താക്കി. അടിച്ചു എന്നവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല. പാദങ്ങൾ കഴുകി ചുംബിച്ചു എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒരു ബൈബിളും പറഞ്ഞിട്ടില്ല. പാദങ്ങൾ കഴുകി. നമ്മള് ഗുരുവിനേക്കാൾ അല്പം കൂടി വിനയം, എളിമ, അതിനു വേണ്ടിയിട്ടാണ് ഈ ചുംബിക്കല്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ എന്തെങ്കിലും കെട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കൊണ്ടെന്ന് വിചാരിച്ച ഈ ചുംബിക്കാൻ സഭ അത് അനുവദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഏറ്റവും എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി ഈശോ വരുന്നത് ഇവിടെയാണ്. ആദ്യം തന്ന ബോധ്യം അതാണ് അല്ലേ? നമ്മൾ കാണുന്നു, ഗുരുക്കന്മാര് ശിഷ്യന്മാരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നു. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം അക്രൈസ്തവര് യേശുവിനെ രക്ഷകനായി ഗുരുവായി സ്വീകരിക്കാനുള്ള ഒരു കാരണം അവരുടെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ
ഈ സംഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്? പിന്നെ എന്ത് ലോകാര്യം ചർച്ച ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ചോദിക്കുന്നതാണോ? സംശയം ഉണ്ടെങ്കിൽ അപ്പം എന്നോട് ചോദിച്ചോളൂ. എന്ത് സംശയമാണ് അപ്പം എന്നോട് ചോദിച്ചോളൂ. വിട്ടുപോയി. എന്നാ പറഞ്ഞത്? എവിടെയാ നമ്മൾ നിർത്തിയേ? അങ്ങോട്ട് പോയപ്പോ പിന്നെ ഇത് പോയി, കട്ടായി പോയി. അല്ല, അതെ, അനേകം മക്കളുടെ ജീവിതത്തില് ഇതാണ് അവരുടെ ജീവിതത്തിൽ യേശുവിനെ ഗുരുവായി, നാഥനായി, രക്ഷകനായി സ്വീകരിക്കാൻ ഒരു കാരണമായി അവർ പറയുന്നത് ഈ 13-ാം അധ്യായത്തിലെ വചനങ്ങളാണ്. യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. നമ്മുടെ രാഷ്ട്രപിതാവിനെ ഏറെ സ്വാധീനിച്ച ഒരു സംഭവമാണ്. ഏറെ സ്വാധീനിച്ച ഒരു സംഭവം. അനേകം സാഹിത്യകാരന്മാരെ, അതും അക്രൈസ്തവരായിട്ടുള്ള സാഹിത്യകാരന്മാർ. ഒരു നല്ല സിനിമ സംവിധായകൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയാണ്, പേര് വിട്ടുപോയി. ഇങ്ങനെ തലമുടി ഹിപ്പി പോലെ കേട്ട് ഇങ്ങനെ ഉള്ള ഒരു സിനിമാ സംവിധായകൻ, അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്ത, ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത് അദ്ദേഹം പറയും, കാൽവരി ബലിയൊന്നുമല്ല എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഈ ശിഷ്യ സമൂഹത്തിന്റെ പാദം കഴുകിയത്, അതാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് പറയും. രാജശേഖരൻ നമ്പിയോ, അടൂർ ഭരതനല്ല ഭരതൻ പറഞ്ഞിട്ടുണ്ട്. ഭരതനല്ല, ഇത് വേറൊരാളാണ് പറഞ്ഞത്. ഭർഗവല്ല, എന്തോ ഒരു ശേഖരൻ തമ്പിയാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പിയാണെന്ന് തോന്നുന്നു. ശ്രീകുമാരൻ തമ്പി ഈ മുടി ഇങ്ങനെ ഹിപ്പി പോലെ ഇട്ട് ബ്രൂസിലി ടൈപ്പ് കെട്ടിട്ട് ഏതോ മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചുപോയി. ആള് മരിച്ചുപോയി. പക്ഷെ ആളുടെ ആത്മകഥയില് പറഞ്ഞിരിക്കുന്നതാണ് ഈ സംഭവം. ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മള് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കിടക്കുകയാണ്. എന്തി മോനെ, ആ പേരെഴുതി വെച്ചതൊക്കെ എടുത്ത് അതൊന്ന് എടുത്ത് നല്ലെടുപ്പിച്ച് 12 പേര് തിരഞ്ഞെടുക്കുന്നത്.
ശുശ്രൂഷ കഴിഞ്ഞ് ഈശോ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്നവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നവരുടെയൊക്കെ പാദങ്ങൾ കഴുകുക എന്നുള്ളതാണോ? ആണോ? പിന്നെ എന്താ ഈശോ അർത്ഥമാക്കുന്നത്? ഏറ്റവും എളിമയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്, ഏറ്റവും എളിമയുള്ള ഒരു മനുഷ്യനാകുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും താഴുക, എളിമപ്പെടുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും എളിമയുള്ള മനുഷ്യനായി വ്യാപരിക്കുക എന്നാണ് ഈശോ ഇതുകൊണ്ട് അർത്ഥമാക്കുക. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം, കാണണം, അവരോട് അങ്ങനെ ഇടപെടണം. അതാണ് ഈശോ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം നിങ്ങളുടെ ഗുരു കർത്താവുമായ ഞാൻ ഇത് ചെയ്തുവെങ്കിൽ, നിങ്ങളുടെ ദൈവമായ ഞാൻ ഇത് ചെയ്തുവെങ്കിൽ, നിങ്ങൾ എത്രയോ അധികമായി ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അഹങ്കാരം നമ്മുടെ നാശത്തിലേക്ക് എത്തിക്കും എന്ന് ഈശോ പറയാതെ പറയുകയാണ്. അഹങ്കരിക്കുന്നവനൊരിക്കലും എളിമപ്പെടാൻ പറ്റത്തില്ല. അഹങ്കാരമുള്ളവന് എളിമപ്പെടാൻ പറ്റത്തില്ല. എളിമയില്ലാത്തവന് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈശോ നമ്മളോട് ഇതിലൂടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ ജീവിതത്തെ ഏറ്റവും എളിമയുള്ള ജീവിതമാക്കി മാറ്റുക. ഞാനൊന്നുമല്ല, ഞാൻ ഏറ്റവും ചെറുതാണ്, വലുവിനല്ല, വലുതല്ല, ഞാൻ ഏറ്റവും ചെറുതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ ചെറുതാണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ ആരും അല്ല. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അത് ദൈവം എന്നെ ആക്കിയത് കൊണ്ടാണ്, അല്ലേ? ദൈവം എന്നെ ആക്കിയത് കൊണ്ടാണ്. അപ്പൊ എളിമയുള്ള മക്കളെ സംബന്ധിച്ച് അവരെത്രമാത്രം ഉന്നതിയിൽ വന്നാലും ഉയർച്ചയിൽ വന്നാലും അവരെന്ത് ചെയ്യും? നമ്മൾ കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഏറ്റവും ഫലം ചൂടുന്ന കതിരുകൾ, അല്ലേ? നെൽമണികളുള്ള കതിരുകൾ എങ്ങനെ നിൽക്കും? വളർന്നു നിൽക്കും. ആ സമയം മറ്റേ സംഭവമാണെങ്കിലോ, വന്നല മാത്രമാണെങ്കിൽ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വന്നല മാത്രമുള്ളതാണ് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഞാനെന്ന ഭാവം. ഫലം പുറപ്പെടുവിക്കുന്നവൻ എപ്പോഴും താഴ്ന്ന് എളിമപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് തല കുനിച്ച് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതണം. മറ്റുള്ളവരുടെ മുമ്പിൽ എളിമയോടെ നമ്മൾ വ്യാപരിക്കണം. നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും സംസാരത്തിലും എല്ലാം ഈ എളിമ, ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും എളിമ വളർത്തണമെന്ന് കർത്താവ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഗുരു, അല്ലേ, ലോകത്തിൽ ഒരു ഗുരുവും ചെയ്യാത്ത, ഇനി ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ഒരു കാര്യം ചെയ്ത് കാണിച്ചു, മാതൃകയായി. ഇത് മാതൃകയായി എടുക്കാനാണ് പറയുന്നത്, അല്ലേ? കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാവ്, ഈ ഗുരു വ്യത്യസ്തനായി നിൽക്കുന്നത്, ലോകത്തിൽ വ്യത്യസ്തനായി നിൽക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങളും പഠനങ്ങളും എല്ലാം മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. ഇതേവരെ ഒരു ഗുരുവും ചെയ്യാത്ത കാര്യമാണ് അവൻ ചെയ്തത്. ഒരു ഗുരുവും പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്തത്, അല്ലേ? ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നീ, ദാഹിക്കുന്നീ കുടിക്കാൻ കൊടുക്ക്. ഇത് ഏത് ഗുരുവാ പറഞ്ഞിരിക്കുന്നത്? ലോകത്തിൽ ഇന്നേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നേ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ പ്രബോധനങ്ങൾ അത് ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ മാർഗത്തിലേക്ക്
വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ മാർഗത്തെ ഫോളോ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒത്തിരി എണ്ണം കൂടാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഇങ്ങനെ അവന്റെ പേരിൽ ഓടി നടക്കുന്നു, വാങ്ങിക്കൂട്ടുന്നു, അത് കഴിയുമ്പോൾ ഇട്ടച്ചു പോകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഒത്തിരി സംഭവിക്കുന്നുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞ, നമ്മളെ അറിഞ്ഞ ഒരു ഗുരു, നമ്മളെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഗുരു, നമ്മളും തിരിച്ച് അവനെ അറിഞ്ഞ് തന്നെ സ്നേഹിക്കണം. എളിമയുടെ ജീവിതം നയിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയെ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തല വണങ്ങിയവൾ, ജീവിതത്തെ സമർപ്പിച്ചവൾ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തോളം അവളെ ഉയർത്തി ഈ സമർപ്പണം നടത്തുന്ന എല്ലാവരെയും ദൈവം എവിടം വരെ ഉയർത്തും? സ്വർഗത്തോളം ഉയർത്തും. സ്വർഗത്തോളം ഉയർത്തുകയും ചെയ്യും, മാനിക്കുകയും ചെയ്യും. ഇല്ല, അമ്മമാരെ മാനിച്ചില്ലേ? സ്വർഗത്തിൻ്റെ രാജ്ഞിയും ആയി മുടി ധരിപ്പിച്ച് അവിടെ അമ്മയെ മഹത്വപ്പെടുത്തി, അല്ലേ? അമ്മയെ മാനിച്ചു. അതുപോലെ നമ്മളെയും ദൈവം മാനിക്കും. ശ്രമിച്ചു എളിമയുടെ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദൈവം മാനിക്കും. ഓക്കെ, നമുക്ക് എണീച്ച് നിൽക്കാം. ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ വലിയ കരുണ പ്രാർത്ഥിച്ച മക്കൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്, അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ശക്തി അവരിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. സ്വർഗം അത് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പ്രത്യേകം നന്ദി പറയാം. ഈ ഭവനത്തെ ഇവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാം, സമർപ്പിക്കാം. പ്രത്യേകിച്ച് ദേശത്തിൽ പമ്പിൻ്റെ എഗ്രിമെൻ്റൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് മുമ്പോട്ട് നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം തന്നെ നിശുക്കുട്ടിയെ സമർപ്പിക്കാം. കർത്താവ് നൽകിയിരിക്കുന്ന ഉദരഫലം അത് സമയത്തിൻ്റെ തികവിൽ ഏറ്റവും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി തമ്പുരാൻ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റ് നിരവധി വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതൊക്കെ പ്രത്യേകം നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. ഈ വലിയ നോമ്പിലേക്ക്, വലിയ ആഴ്ചയിലേക്ക്, നോമ്പിൻ്റെ സമയത്ത് വലിയ ആഴ്ചയിലേക്ക് കടന്നു വരുന്ന സമയം പ്രത്യേകിച്ച് ജീവിതം പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ എളിമയോടെ സമർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവ നിയോഗങ്ങളുടെ മേലും തമ്പുരാൻ്റെ കരുണ ഉണ്ടാകട്ടെ. അമ്മമാതാവിൻ്റെ മേലെ ഹൃദയം വഴി എല്ലാവരെയും നമ്മൾ സമർപ്പിക്കാം. നമുക്ക് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാവർക്കും ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധ മാതാവെ, പ്രത്യേകിച്ച് ഉപരിപഠനത്തിനായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അമ്മയെ സമർപ്പിക്കുന്നു. വിശ്വാസങ്ങൾ മാറിക്കിട്ടുവാൻ പ്രത്യേകിച്ച് 1-ാം തീയതി കടന്നു പോകുന്ന ബിനോയെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഇൻ്റർവ്യൂ വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഭാഷ ടെസ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ നിങ്ങൾ സമർപ്പിക്കുന്നു. മാതാവ് പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. കൃപാർന്ന മറിയമേ സ്വസ്തി. കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അമ്മമാതാവ് പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ നിയമങ്ങളെയും പ്രത്യേകമായിട്ട് ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേക കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇനി അടുത്ത സെക്കൻഡറിയിലേക്ക് കയറാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന മക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഉപരിപഠനത്തിന് പോകാനായിട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും അമ്മയുടെ വിഗ്രഹത്തിന് പ്രത്യേകം പരമേൽപ്പിക്കുന്നു. പഠനത്തിൻ്റെ ഓരോ മേഖലകളും കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ അമ്മ മാതാവ് പ്രത്യേകം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ നമ്മൾ